ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് ഇത്തിരി ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ സ്റ്റിക്കർ എങ്ങനെയാണ് ഒട്ടിക്കാന്ന് കാണിച്ചേ. ആദ്യം നമ്മൾ ഇങ്ങനത്തെ വൈറ്റ് സാധനം കൊണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി, എല്ലാം ക്ലിയർ ആവും. ഇങ്ങനെ നമുക്ക് കുറേ ഒട്ടിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കാണിക്കാട്ടോ. ഇതാ ആദ്യത്തെ സാധനമാണ്. എൻ്റെ കൂടെ സെയിം ടു സെയിം ഉണ്ടാക്കാണെങ്കിൽ ഇങ്ങനത്തെ കളേഴ്സ് ആണ്. നിങ്ങൾക്ക് എങ്ങനത്തെ കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കളേഴ്സ് എടുക്കുകയാണ്. നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ കുറേ എടുക്കാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് എടുക്കാം. സെയിം ടു സെയിം വേണമെങ്കിൽ സെയിം ടു സെയിം എടുക്കാം. ഫസ്റ്റ് ഞാൻ കുറച്ച് കളേഴ്സ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ടേപ്പ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലൂ. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹാഫ് പേപ്പർ. എയർ4 ഷീറ്റിൻ്റെ ഹാഫ് പോലത്തെ ഒരു പേപ്പർ. ഇത് പേപ്പർ അല്ല, ഇത് വേറൊരു സാധനമാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള നെയിം സ്ലിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഊരുമ്പോഴത്തെ ഒരു സാധനം നിങ്ങൾക്ക് നമ്മുടെ ഈ നെയിം സ്ലിപ്പ് ഊരി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഈ ടേപ്പിനെ നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് ഈ ഷേപ്പിലാക്കിയിരിക്കുന്നത്. അത് വേണം നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ. ഇപ്പം നമുക്കൊരു ക്യൂട്ടായിട്ടൊരു സ്റ്റിക്കർ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു സർക്കിൾ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സർക്കിൾ വരയ്ക്കാം. നമ്മളിങ്ങനെ കളർ ചെയ്യുക. ഇനി നമ്മളെ ഇത്തിരി ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇങ്ങനെ മൗത്ത് ഉണ്ടാക്കുക. നമ്മൾ പിങ്ക് കളർ എടുത്തിട്ട് ഇങ്ങനത്തെ ഹാർട്ട് ഉണ്ടാക്കുക. ഇനി നമ്മൾ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മളിതിനെ ഈ സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിൻ്റെ പിന്നിൽ ഗ്ലൂ ഇടാണ്. ഇനി നമ്മൾ ടേപ്പ് ഇങ്ങനെ എടുത്തിട്ട് പശ ഇല്ലാത്ത സൈഡിൽ ഇങ്ങനത്തെ നമ്മൾ പശ ഒട്ടുന്ന സ്ഥലം, പക്ഷെ ഇവിടെ ഒട്ടണില്ല. ഒട്ടാത്ത സ്ഥലത്തിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേപ്പ് ഇങ്ങനെ ഊരിയിട്ട് അത് നമ്മൾ വീണ്ടും കട്ട് കിട്ടിങ്ങായിട്ട് നമ്മൾ ആ നെയിം സ്ലിപ്പ് ബാക്കിയുള്ള സാധനം നമ്മൾ ഇങ്ങനത്തെ സൈഡല്ല, ഇത്തിരി സ്ലിപ്പി ആയിട്ടുള്ള സൈഡിൽ നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ആയിട്ട് ഞങ്ങളിത് കട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ തന്നെ ഇങ്ങനെ ടേപ്പ് ഒന്ന് വേറെ ആക്കണം. അപ്പം നമ്മുടെ സ്റ്റിക്കർ റെഡി. ഇതിങ്ങനെ ഊരി ഇത് നമ്മളിങ്ങനെ ആ ടേപ്പ് ഇങ്ങനെ ടേപ്പും കൂടി സാധനങ്ങൾ ഊരിയിട്ട് നമ്മൾ എവിടെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇവിടെ ടേപ്പ് ഒന്നും അധികം കാണില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമല്ലേ കാണാൻ? ക്യൂട്ട് സ്റ്റിക്കർ പോലെ. ഇത് സോഫ്റ്റ് ആണ് കാണില്ല, ടേപ്പിന്റെ പശ പോലെ. പക്ഷെ നമുക്ക് ഇതിന്റെ മേലെ ഇനി കുറേ സാധനങ്ങൾ ഒട്ടിക്കാം. അപ്പം നമ്മളിത് ഇങ്ങനെ സേഫ് ആയിട്ട് എടുത്തു വെക്കുക. താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആൻഡ്